ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് കേട്ടോ. അങ്ങനെ വലിയൊരു കുന്നാണ്. ഈ കുന്ന് കയറിയാൽ മാത്രമേ നമുക്ക് മുരുകനെ കാണാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്ന പടികളുണ്ടല്ലോ, ഈ പടികൾ ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നമ്മളെ ഏറ്റവും കൂടുതൽ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു മരമാണിതാ ഈ കാണുന്ന പാലമരം. ഇവിടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നന്നങ്ങാടി കാണാൻ പറ്റും കേട്ടോ. പണ്ട് കാലത്ത് പ്രായമുള്ള ആളുകളെ ഇവിടെ കൊണ്ടാക്കുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിനകത്തോട്ട് എത്രയും പെട്ടെന്ന് കയറണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഭഗവാനെ കണ്ടു, തൊഴുതു, തിരിച്ച് ഞാനിങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയ സമയത്ത് കുറേ മുത്തശ്ശന്മാരൊക്കെ അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അമ്പലത്തിൽ വന്ന് തൊഴുകയും ചെയ്യാം, കുറച്ച് സമയം നമ്മുടെ ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ആ പാറപ്പുറത്തൊക്കെ ഇരുന്ന് നമ്മുടെ നാട്ടുവിശേഷങ്ങളൊക്കെ പറയുന്ന നല്ല നല്ല കാഴ്ചകളും കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റും അതിലൊന്ന് കറങ്ങി നോക്കി. കാരണം ഞാൻ ആദ്യമായിട്ട് പോവുകയാണല്ലോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് ആ കുന്നിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ എൻ്റെ പൊന്നോ പാലക്കാടിൻ്റെ ഭംഗി. പാലക്കാടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ഞാനൊരു ആലപ്പുഴക്കാരിയാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ലകളിലൊന്നാണ് നമ്മുടെ പാലക്കാട്. അതിൻ്റെ ആ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ വീണ്ടും ഇങ്ങനെ പാറപ്പുറത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കാം. അങ്ങനെ കുറേ വീഡിയോയിലൊക്കെ കണ്ട ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കിവിടെ വരാൻ പറ്റി. ഇവിടെ പ്രസാദമൊക്കെ കിട്ടി, പായസമൊക്കെ കിട്ടി. ഭയങ്കര ശരിക്കും പറഞ്ഞാലേ നമ്മളെല്ലാവരും ഈ അമ്പലത്തിൽ വരണം. എന്താ പറയുക, ഭഗവാനെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ പൊന്നു കണ്ണൊക്കെ തുറന്ന് ചെറിയ ചിരിയോടുകൂടി നമ്മളിങ്ങനെ കാത്തിരിക്കാം. ഇവിടെ വന്ന് അനുഭവിച്ച് ഓരോ ഭക്തരും അറിയണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് സാധിച്ചു. അപ്പം വേലായുധ സ്വാമിയെ കണ്ട് തിരിച്ചിറങ്ങുകയാണ്. സന്ധ്യയായി, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് സന്ധ്യ സമയത്ത് വരുന്ന ഭംഗി. കാരണം ഇങ്ങനെ മേഘങ്ങളൊക്കെ ചെറിയ ചുമന്ന കളറിലൊക്കെ നിൽക്കുമ്പോൾ അടിപൊളി. നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ദാ ഈ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പാറയുടെ ചുറ്റും നിന്ന് വട്ടം കറങ്ങിയാൽ ശരിക്കും നമുക്കിതിൻ്റെ ഭംഗി തന്നെ ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഈ കാണുന്നുണ്ട്, ഇതാണ് ഹനുമാന്റെ പാദം. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച. ചെറിയ വെള്ളമൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പല്ലാവൂരിനടുത്താണ് നമ്മുടെ വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പം എല്ലാവരും വരുമല്ലോ. അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഭഗവാൻ ഒരുക്കിയേക്കുന്നത്, പ്രകൃതി ഒരുക്കിയേക്കുന്നത്. അപ്പം എല്ലാവരും വരുമെന്ന പ്രതീക്ഷയോടെ ഞാനിപ്പോൾ തൽക്കാലം യാത്ര പറയുന്നു. ബൈ ബൈ.